ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്, അതുപോലെ തോട്ട്സ്, അവരെന്താണ് ചിന്തിക്കുന്നത്, മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്, ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Silence, awareness, maturity, compromise, adventure, innocence, sorrow, guilt, no thickness, consciousness, healing, beyond illusion, the lovers, totality, intensity, flowering, past lives, thunderbolt. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റീബർത്ത് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം നടന്നിരിക്കുന്ന ബന്ധമായിട്ട് കാണുന്നുണ്ട്. ചെറിയൊരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തന്നെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയതായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ചെറിയൊരു രീതിയിലുള്ള പ്രശ്നങ്ങളല്ല, വലിയ രീതിക്കൊരു തകർച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ പോകുന്നുണ്ടാവും. എന്നാൽ ഒരു പഴയ ആ ഒരു ഡെപ്ത് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പഴയ ബോണ്ടിങ് കാര്യങ്ങൾ, അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സ്റ്റേജിലൂടെ പോകുന്ന റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സും അതുപോലെ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് സൈലൻസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. രണ്ടുപേരും സൈലന്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ നിശബ്ദമായി നിൽക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അവർ ഒരു രീതിയിലും പ്രതികരിക്കുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ അവർ എത്രത്തോളം പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് ഗിൽറ്റ് ഫീൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റുകൾ തന്നെയായിട്ട് നമുക്കിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി. അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ കൊണ്ടിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ആയതുകൊണ്ടിട്ട് നിങ്ങളും സൈലന്റ് ആയി മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവായിരിക്കാം നിങ്ങൾ ആ ഒരു സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ ഒരു സമയത്ത് അങ്ങനെ നിശബ്ദമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഇവർക്ക് ഇവിടെ പുതിയൊരു ഉണർവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏജ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കാം, പക്ഷെ അത്ര മെച്യൂർഡ് ആയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി അല്ല. എന്നാൽ ഇപ്പോൾ നിലവില്
നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവർക്കൊരു മെച്യൂരിറ്റി ഒക്കെ ഇവിടെ കൈവന്നിരിക്കുന്നതായിട്ട് കാണാം. കാര്യങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് ഇരുത്തി ചിന്തിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും ഉള്ള ഒരു മനസ്സ്, അതുപോലെ നിങ്ങളെ കേൾക്കാനുള്ള മനസ്സ്, ഇവർക്കൊരു എടുത്തുചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു എടുത്തുചാട്ടത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പേഷ്യൻസ് കൈവന്നിട്ടുണ്ട്. ക്ഷമാപൂർവം ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവർ ഈ റിലേഷൻഷിപ്പിൽ മനസ്സുകൊണ്ട് ഒരു കോംപ്രമൈസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് നടത്തുക. ഇവരുടെ ലൈഫിൽ തന്നെ ഇവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു സ്റ്റേജ് ആയിട്ട് കാണുന്നില്ല. ഒറ്റപ്പെടലുകൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ലൈഫിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒറ്റപ്പെടലാണെന്നുണ്ടെങ്കിലും അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവിന്റെ മറ്റൊരു എനർജിയാണ്. കാരണം അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നിരിക്കുന്നത്. ആ ഒരു ഓർമ്മകൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ കൂടുതലായിട്ടും പ്രശ്നം ഇത്രയും രൂക്ഷമാകാൻ കാരണം ഇവരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളാണ് എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ടിട്ടും ഇവർക്ക് ഇപ്പോൾ ഭയങ്കരമായ ഒരു കുറ്റബോധം, അതുപോലെ തന്നെ സ്വയം തന്നെ ഒരു എന്താ പറയാ ഒരു ജാള്യത, ഇതെല്ലാം ഇവരിൽ തോന്നുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ സാധിക്കും. പക്ഷെ എത്രത്തോളം ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇവർക്ക് ഇപ്പൊ മനസ്സുകൊണ്ട് കോംപ്രമൈസ് നടത്തണം എന്നൊരു ചിന്തകൾ നമുക്കിവിടെ കാണാം. അവരൊരു കോംപ്രമൈസിന് തയ്യാറാണ്. അല്ലെങ്കിൽ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് മാറി നിന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുവരെ എഫേർട്ട് എടുക്കാതെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് എന്റെ ശരി എന്നുള്ള രീതിക്ക് മാറി നിന്നവരാണെങ്കിൽ പോലും നിലവിൽ അവർക്ക് ആ ഒരു ചിന്തകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന സ്നേഹം തന്നെയാണ്, ലവേഴ്സ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ആത്മാർത്ഥമായ ഒരു സ്നേഹം, ഭയങ്കരമായ ഒരു അട്രാക്ഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലീവ്സ് ആണ്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാലങ്ങള്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല കാലങ്ങള്, അതെല്ലാം ഇവരുടെ മനസ്സിലേക്ക് ഓർമ്മകൾ വരുന്നുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു തിരിച്ചറിവുകളിലൂടെ പ്രശ്നങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്. നല്ല നല്ല ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചിന്തകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ പോലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിക്കൊക്കെ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവർ നിങ്ങളെ ഇപ്പൊ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ചിന്തകൾ ഭയങ്കരമായിട്ട് വരുമ്പോൾ ഗിൽറ്റ് ഫീലിനോടൊപ്പം തന്നെ അവർ ഭയങ്കര കോൺഷ്യസ് ആയി മാറുകയാണ്. അവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധവും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നൊരു ചിന്തയും അവരെ ഭയങ്കരമായിട്ട് ഒരു ബ്ലൈൻഡ് ആക്കി കൊണ്ടുപോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരുപാട് ചിന്തിക്കുമ്പോൾ മൈൻഡ് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയി പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ക്ലാരിറ്റി ഇല്ലായ്മ. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് കോംപ്രമൈസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു ഹീലിംഗ് ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അവർക്ക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവരും വളരെ ഡൗൺ ആണ്, നിങ്ങളും ഇപ്പൊ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആയിരിക്കും. അപ്പൊ അവർക്കൊരു നല്ല രീതിക്ക് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ആദ്യം സ്വയമേ ഒന്ന് ഹീൽ ആവുക. സ്വന്തം ഭാഗത്തുള്ള തെറ്റുകൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആദ്യം അതൊക്കെ ഒന്ന് മാറ്റി മനസ്സിനൊരു സമാധാനപരമായ രീതിയിലേക്ക് ഒന്ന് ചേർന്നതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും ആ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുക. ഇവിടെ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയൊക്കെ വളരെ ഡെപ്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലവറിംഗ് തന്നെയാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമൃദ്ധിയും എല്ലാം ഈ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു റീബർത്ത് നിഷ്കളങ്കമായ മനസ്സോടുകൂടി തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ള പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഇവർക്ക് എടുത്തുചാട്ടവും ക്ഷമയില്ലായ്മയും ഒക്കെ ഭയങ്കര കൂടുതലാ. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു അഡിക്ഷൻ വരിക, അപ്പൊ അങ്ങനത്തെ ചിന്താഗതികളൊക്കെ കൂടുതലാണ്. പെട്ടെന്ന് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രലോഭിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് പെട്ടെന്ന് വീഴ്ന്നു പോകുന്ന രീതികൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എനർജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള എനർജീസ് ഒക്കെ ഇതിനകത്ത് വർക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ. പക്ഷെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ ഒരു പേഴ്സണ് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹമുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലുള്ള റീബർത്ത് തന്നെയാണ്. അപ്പൊ ഇവരുടെ ഒരു കറന്റ് ഫീലിങ്സിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ഇവർക്ക് നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുതിയൊരു തിരിച്ചറിവുകൾ വന്നിരിക്കുന്നതാണ്. ആ ഒരു തിരിച്ചറിവുകൾ വന്നിരിക്കുന്നത് കൊണ്ട് വളരെ നിശബ്ദമായി തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ
എല്ലാ രീതിയിലും സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം എന്നുള്ള ചിന്തകൾ വരുന്നുണ്ട്. അതുപോലെ ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാതെയൊക്കെ ഇരുന്നതിലാണ് ഇവർക്ക് ഏറ്റവും വേദനയുള്ളത്. അപ്പൊ ഈ ഒറ്റക്കായി നിൽക്കുന്ന സ്റ്റേജ്, ഒറ്റക്കാവുക എന്ന് പറയുമ്പോൾ ഇവരിൽ നിന്ന് എല്ലാവരും വിട്ടുപോയി എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല, ഇവരെല്ലാവരിൽ നിന്നും ഒറ്റക്ക് നിൽക്കാനും കൂടെ ആഗ്രഹിക്കുകയാണ്. അവർക്ക് സ്വയം ഒന്ന് മാറണം. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇപ്പം കൂടുതലായിട്ട് മാറി നിൽക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനവന്റെ സന്തോഷം പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് വ്യക്തികളും ഒരേപോലെ തന്നെ എഫേർട്ട് എടുക്കണം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പല പല സന്തോഷങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടും ഉണ്ടായിരിക്കാം. ഇവർ ചിലപ്പോൾ അത്രത്തോളം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട്. അത് ചെയ്യാനുള്ള മനസ്സിലേക്ക് ഇവർ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവർക്കൊരു സമയം വേണം എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരാണ്. അതിനാണ് അവർ ആ ഒരു ഹീലിംഗ് ടൈം എടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ മുഴുവനും നിങ്ങളുടെ കഴിഞ്ഞ നാളുകളാണ്. നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന നാളുകളാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച വ്യക്തികളായിരിക്കാം. ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തവരായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ആ ഒരു കോംപ്രമൈസിലേക്ക് എത്താം എന്നുള്ള ഒരു തീരുമാനം ഇവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്താൽ പോലും ആ ഒരു പ്രണയത്തെ വീണ്ടെടുക്കണം. അതിന് അവർ എല്ലാ രീതിക്കും willing ആണ്. ഈ ഒരു സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവരുടെ ക്യാരക്ടറുകൾ കൊണ്ടിട്ട് റിലേഷൻഷിപ്പിൽ കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കോട്ടങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ വീണ്ടെടുക്കാനായിട്ട് ആ ഒരു ക്യാരക്ടറൊക്കെ ഒന്ന് മാറ്റുക. അതൊരു പക്ഷേ അവർക്ക് തന്നെ നല്ലതായിരിക്കും എന്നുള്ളത് അവരുടെ ചിന്തകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേരും എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിസിപ്പേഷൻ അത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു റീബർത്ത് കൊണ്ടുവരാൻ സാധിക്കും. വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു കമ്മിറ്റ്മെന്റ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നടത്തുക. ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോവുക. ചിലപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ലവ് റിലേഷൻഷിപ്പിലേക്ക് മാറിയവരായിരിക്കാം. നിങ്ങൾക്ക് തന്നെ മുന്നോട്ടേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഒരുമിച്ച് എന്നാൽ നമ്മുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാം മുന്നോട്ടേക്ക് ഒരുമിച്ച് എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ടേക്ക് വന്നവരാണ്. പക്ഷെ ആ ഒരു മുന്നോട്ടേക്ക് വന്ന തീരുമാനം നല്ലതായിരുന്നെങ്കിൽ പോലും ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലവരുടെ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലവരുടെ കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കണം എന്നില്ല. ഇവരുടെ ഈഗോ കാര്യങ്ങൾ തന്നെയായിരിക്കാം വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ ഒരു വലിയ പ്രശ്നത്തിനെ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് അവരുടെ ഈഗോ കാര്യങ്ങൾ എടുത്തുചാട്ടം കൊണ്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും വലിയൊരു പ്രശ്നം വന്ന ഷോക്കിൽ കൂടുതലായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു പെയിൻ, മനസ്സിനേറ്റ മുറിവുകൾ കൊണ്ട് നിങ്ങൾ അന്നേ സൈലന്റ് ആയി നിന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവരും മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഇത്രയും നീണ്ടുപോയിരിക്കുന്നത്. പക്ഷേ എങ്കിലും മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, രണ്ടുപേരുടെ ഉള്ളിലും സ്നേഹം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ മാറ്റങ്ങൾ വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിനനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ വീണ്ടും റീബർത്ത് സംഭവിക്കാനുള്ള സാധ്യതകളും കാണിക്കുന്നത്. അതിന് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ ഇവരുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പൊ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസൽ ആയിട്ടൊക്കെ കടന്നു വരണം എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളിലേക്ക് വളരെയധികം ഒരു ആകർഷണം തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കൊളീഗ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ നാട്ടിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം കാണുന്നത്. എന്തായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാണുന്ന കാര്യങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥയിൽ ഇവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകളിൽ ഒരു കുറ്റബോധം വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ തന്നെ അവർ പൂർണ്ണമായും സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നുള്ള ചിന്തകൾ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് വീണ്ടും നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു അപ്പോളജി ആയിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും
അവർ ആഗ്രഹിക്കുന്നത്. ഒരു സാഹസികപരമായ യാത്രയാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് അത്രയും നല്ലൊരു ഡീപ്പ് കണക്ഷൻ ഇവർക്കുണ്ട്. നല്ല ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയിലേക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഉണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിലും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആവാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പൊ അതുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടായിരിക്കാം. അതിനേക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി നമ്മളിവിടെ നോക്കിയിട്ടില്ല. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തിയിൽ നല്ലൊരു മെച്യൂരിറ്റി, അതുപോലെ കാര്യങ്ങളെ ഇരുത്തി ചിന്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം വന്നു തുടങ്ങിയിരിക്കുന്ന സമയം തന്നെയാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇതൊരു റൈറ്റ് ടൈം ആണ് എന്നുള്ളതും കൂടെ ഒരു മനസ്സിലാക്കുകയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പ്രശ്നങ്ങൾ വന്ന സമയത്ത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. ഇനി ഒരു കുറ്റപ്പെടുത്തലുകൾ എന്നുള്ള രീതിക്കല്ല ഇവർ ചിന്തിക്കുന്നത്. വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി കോൺവെർസേഷൻ നടത്തുക. ആ ഒരു ഹെൽത്തി കോൺവെർസേഷനിലൂടെ റിലേഷൻഷിപ്പിനെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്ന്, പഴയ രീതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആകപ്പാടെ അവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു സമയം വേണം എന്നുള്ളൊരു ചിന്തകൾ വരുന്നുണ്ട്. കാരണം ഇവിടെ ഹീലിംഗ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ, നോ തിക്നെസ്സും വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. അവർക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങളെ വേണം എന്നുള്ള ചിന്തകളും അതുപോലെ നിങ്ങളെ നേടണം എന്നുള്ള ചിന്തകളുമാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയത്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്കും തിരിച്ച് ആ ഒരു രീതി ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. കാരണം ഒരുപാട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഹൃദയം കൊണ്ട് ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയായിട്ട് കാണാം. അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ അവര് ചെയ്തിരിക്കുന്ന പ്രവൃത്തി കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവര് ഇനിഷ്യേറ്റീവ് എടുക്കാതിരുന്നത് കൊണ്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തകൾ, ഇതൊക്കെയുണ്ട്. അപ്പൊ ഹീലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഷോർട്ട് ടേമഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് മെച്യൂരിറ്റി വന്നിട്ടുണ്ടെങ്കിലും ഓവർ തിങ്കിങ്ങിന് കാര്യങ്ങൾക്കൊന്നും വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചൊക്കെ കൂട്ടുന്നുണ്ട്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ അവർ എങ്ങനെ ഇതിനെ മുന്നോട്ടേക്ക് നയിക്കും, ഇത് മൊത്തത്തിൽ പോയോ, അങ്ങനെയൊക്കെ. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ കാണുമ്പോഴേക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ള ആകർഷണം, അതുപോലെ വീണ്ടും പഴയ പോലെ തന്നെ ഇതിനെ ആക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉണർവ്, അതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടും വരുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ഒരു സ്റ്റേജിലൂടെ പോകുന്നത് കൊണ്ടിട്ടാണ് ഇവർ വളരെയധികം ബ്ലൈൻഡ് ആയിട്ട് മാറുന്നത് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ അവർക്കൊന്നും കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് അവരെ തന്നെ ഒന്ന് okay ആക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കാം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടുണ്ടാവില്ല. ഒത്തിരി സമയങ്ങൾ, ഒരുപാട് മാസങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പൂർണ്ണമായിട്ടും ഹീൽ ആവാത്തതും. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഹീൽ ആയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടും മനസ്സിലാക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് തിരിച്ചറിവുകളായിട്ട് വരുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട്. ചില ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ പറയുന്നത് പോലും കേൾക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അതേ മീനിങ്ങിൽ എടുക്കാതെ മറ്റൊരു രീതിയിലേക്ക് എടുത്തുചാട്ടത്തിനൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെയൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു മനസ്സിലാവല് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുമ്പോഴേക്കും ഒരു attraction ഒക്കെ വരുന്നത്. വീണ്ടും ആ ഒരു പഴയ രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ നിങ്ങളെ തിരിച്ചു വേണം എന്നുള്ള ആഗ്രഹവും വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഡ്രീം ചെയ്യുന്നത്. ഡ്രീം ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ മാനിഫെസ്റ്റേഷൻ ആണ്. അവർ ഒരുപാട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഓരോ സമയത്തും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് കടന്നു വരാനും വീണ്ടും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കണക്ഷൻ സ്ഥാപിച്ച് അല്ലെങ്കിൽ ആ ഒരു പരസ്പരമുള്ള ആ ഒരു സോൾ ബ്രിഡ്ജ് അത് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാനും ഈ ഒരു ബന്ധത്തെ പൂർണ്ണമായിട്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ആ സെറ്റ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്തം സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എടുക്കുമ്പോൾ കിട്ടുന്നത്. എല്ലാ രീതിക്കും റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കമ്പാരിസൺ വന്നിട്ടുണ്ട്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന സാഹചര്യം എവിടെയാണോ ആ ഒരു സാഹചര്യത്തെയും നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന പാസ്റ്റ് ലീവ്സ് ആണ്, നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിന്റെ ആ ഒരു സാഹചര്യത്തെയും വെച്ച് കമ്പയർ ചെയ്യാണ്. ആ ഒരു കമ്പാരിസണിലൂടെ ഏറ്റവും വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ഒരു ടോട്ടാലിറ്റി തന്നെയാണ്. അപ്പൊ ആ ഒരു ചിന്ത വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കോംപ്രമൈസ് ഇവിടെ തന്നെ നടത്തുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ അവര് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടിട്ടാണ് സോഴ്സ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഒന്ന് ശരിയാക്കാം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ എങ്ങനെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇമോഷണലി നിങ്ങളിലേക്ക് വളരെയധികം കണക്ട് ആവുന്നുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ എടുക്കുമ്പോൾ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദേഷ്യമൊക്കെ ഇല്ലാതെയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു വൈരാഗ്യത്തിലൂടെയൊക്കെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാണ്. മാത്രമല്ല ഗിൽറ്റി ഫീൽ എല്ലാം നമുക്ക് ഡയറക്റ്റ് കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. മനസ്സുകൊണ്ട് നിങ്ങളോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമല്ല, കുറ്റബോധം, നഷ്ടബോധം, അതുപോലെ ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ കോൺഷ്യസ് ആണ്. അവരും വളരെയധികം കോൺഷ്യസ് ആവുന്നുണ്ട്. അവര് കാരണം നിങ്ങൾ വേദനിക്കേണ്ടി വന്നിരുന്നതില്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളാണോ സംഭവിച്ചിരിക്കുന്നത്, അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പോസിറ്റീവായ എനർജിയെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കാര്യങ്ങളും കൂടെ നോക്കാം. R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 19, D എന്നൊരു ലെറ്റർ, കാർത്തിക, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ, ആയില്യം, K എന്നൊരു ലെറ്റർ, 1990, UAE വന്നിട്ടുണ്ട്. 3 എന്നൊരു നമ്പർ, ജാനുവരി മന്ത്, മകയിരം എന്നൊരു സ്റ്റാർ, അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഏരീസ് വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ. 38, 35, കാസർഗോഡ്, M എന്നൊരു ലെറ്റർ, ഓഗസ്റ്റ് മന്ത്, തൃശൂർ, 1982, J എന്നൊരു ലെറ്റർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മാർച്ച് എന്നൊരു മന്ത് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.